സിമ്പിളായിട്ട് എന്നാലും ടേസ്റ്റ് ഒട്ടും കുറയ്ക്കാതെ നമുക്ക് ഒരു അടിപൊളി ഇഷ്ടുകറി വെക്കാം. ഇഷ്ടുകറി ഞാൻ മട്ടൻ്റെതാണ് വെക്കുന്നത്, മട്ടൺ സ്റ്റ്യൂ ആണ് വെക്കാൻ പോകുന്നത്. അപ്പം അതിനാവശ്യമായിട്ട് ഞാനൊരു 1/2 കിലോ മട്ടൺ നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്, ഒരൊറ്റ ഉള്ളി മതി, നീളത്തിൽ അരിഞ്ഞതാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി കുറച്ച് 5-6 പച്ചമുളകാണ് നെടുകെ കീറിയതിട്ടിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പം പൊടി ഇടാനാണെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി. പിന്നെ വേറെ പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇല്ലല്ലോ. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ മുഴുവനോടെ, ഉലുവ പൊടിയല്ല, ഉലുവ മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ തൈര് ഒരു 3 ടീസ്പൂൺ ഫുള്ളായിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ആവശ്യത്തിനിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. വേറെ നമ്മൾ ഉള്ളിയോ തക്കാളിയോ ഒന്നും വാട്ടുന്നൊന്നുമില്ല. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടതാണ്. എല്ലാം കൂടെ ചേർത്ത് നല്ലോണം കുഴയ്ക്കുക. നല്ലോണം ഈ കുഴയ്ക്കുന്നതിലാണ് നല്ല മട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെട്ടെന്ന് വേവുകയും ചെയ്യും, നല്ല അടിപൊളിയായിട്ട് വരിക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഒരു കട്ടി കുറഞ്ഞ തേങ്ങാപ്പാല് ഒരു അര ഗ്ലാസ് ഉണ്ടാവും. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇനി നമുക്കതൊരു കുക്കറിൽ വേവിക്കാം. കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ കുക്കറിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലം അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാണ്. ഇറച്ചി വേവിക്കുന്ന കൂടെ ഞാൻ വേവിക്കാണ്ടിരുന്നത് അതിൽ പെട്ടെന്ന് ഈ ഉരുളക്കിഴങ്ങ് വെന്ത് ഉടഞ്ഞ് ആകെ പിന്നെ ഉരുളക്കിഴങ്ങിന്റെ ടേസ്റ്റ് ആയി. അങ്ങനെ ഈ സമയത്താണ് നമ്മൾ നല്ല കട്ടിപ്പാല്, ഒരു 1.5 ഗ്ലാസോളം കട്ടിപ്പാല് തേങ്ങാപ്പാല് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഈ സമയത്ത് ചേർക്കാം. ഇനി ഇത് ജസ്റ്റ് വല്ലാണ്ടൊന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ നമുക്ക് മേളില് അവസാനം ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച കുരുമുളകിൽ ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് ഇട്ട് ഇനി മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞാൽ നമുക്ക് തിളപ്പിക്കാതെ ചെറിയ തീയിൽ വേണം, നല്ല സിമ്മാക്കി വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കുക. ചൂടാക്കുമ്പോൾ നല്ലോണം ഇങ്ങനെ തിളച്ചു പോകരുത്. ഇവിടുന്നൊക്കെ കുമ്പളകളായിട്ട് അങ്ങനെ സൈഡിൽ നിന്നൊക്കെ കുമ്പളകളായിട്ട് വരുന്നുണ്ട്. അതുപോലെ ചെറിയ കുമ്പളകളായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നിർത്തിയിട്ട് തൽക്കാലം മൂടി വെക്കാം. മൂടി വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഏകദേശം നല്ല പാകത്തിനായിട്ടുണ്ടാവും. ഇഷ്ടുകറി കൂടുതൽ കട്ടി വേണമെന്നുള്ളവരാണെങ്കിൽ ഇറച്ചി വേവിക്കുമ്പം തന്നെ കുക്കറിൽ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് വേവിച്ചോണ്ടു.